എല്ലാവർക്കും നമസ്കാരം. ജേണി കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. WHO ആഹ്വാന പ്രകാരം ഇന്നത്തെ തീം എന്ന് പറയുന്നത് നമ്മുടെ അടിയന്തര കാലഘട്ടത്തിൽ നമ്മുടെ മാനസിക അവസ്ഥയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു സേവനം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അതിനായിട്ട് നമ്മളെ എങ്ങനെ പ്രാപ്തരാക്കേണ്ടത് ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ്. അപ്പൊ എന്നോടൊപ്പം സ്റ്റുഡിയോയില് ബേസിലുണ്ട്. ബേസിലും ഞാനും ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഡോക്ടർ ജിൻസി, ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അടിയന്തര സാഹചര്യങ്ങൾ എന്ന് വെച്ചു? അടിയന്തര സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം, ക്ഷാമം, മഹാമാരി, അതുപോലെ കൊടുങ്കാറ്റ് എന്നീ അവസ്ഥയാണ് ബേസിക്കായിട്ട് നമ്മള് അടിയന്തരാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതുപോലെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ എന്താണ് അതിന്റെ പ്രാധാന്യം? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് സൈക്കോളജിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും നാം നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് വെച്ചുകൊണ്ട് ഈ അടിയന്തര കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ജീവിതത്തെ എങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടിയന്തര സാഹചര്യത്തില് നമ്മുടെ മാനസികാവസ്ഥ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നമുക്ക് ഒരിക്കലും വേർതിരിച്ച് കാണാൻ കഴിയുകയില്ല. കാരണം മനസ്സ് സുഖപ്രദമായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല ഒരു മനസ്സ്, നല്ല ഒരു ശാരീരിക ആരോഗ്യത്തിന് ഒരു ബേസിക് ബേസ് ആണ്. അതില്ലാതെ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ത്തിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാത്തിടത്തോളം നമ്മുടെ ശാരീരിക ആരോഗ്യവും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതായത് അടിയന്തര കാലഘട്ടത്തില് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ പോലെ തന്നെ നമ്മുടെ മനസ്സിനും മുറിവുകൾ ഉണ്ടാകും. അത് വളരെയധികം നമ്മുടെ ആഴത്തില് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. കുട്ടികൾ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാതെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റിരിക്കാം. അതുപോലെ മുതിർന്നവര് നാളെ പറ്റിയുള്ള ഭയത്തെ പറ്റി ഓർത്ത് അവരുടെ ജീവിതത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ഒരു ആൻസൈറ്റിയിൽ നിന്നും കാലക്രമേണ അത് ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നമുക്ക് അടിയന്തര കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മള് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതെ. അങ്ങനെയെങ്കിൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ മാനസിക ആരോഗ്യ സേവനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു നാശത്തെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാനസികാരോഗ്യ വിദഗ്ധർ ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ലഭിച്ചു എന്ന് വരികയില്ല. അതുപോലെ ഗ്രാമപ്രദേശങ്ങളില് അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് തടസ്സങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നത് നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമോ, അതൊരു ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ പലപ്പോഴും തുറന്ന് പറയാറില്ല. തങ്ങളുടെ അവസ്ഥ തങ്ങളിൽ ഒതുക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അറിവില്ലായ്മ, മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് എന്താണ്, ആൻസൈറ്റി എന്താണ് എന്ന് അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു അറിവില്ലായ്മ ഇതൊക്കെയാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം തടസ്സങ്ങൾ എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കുവാനുള്ള എന്തൊക്കെയാണ് ആ രീതിയിൽ മറികടക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടത്? രണ്ട് മെയിൻ സ്റ്റെപ്സ് ആണ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്ന് ബോധവൽക്കരണം. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തെ പറ്റി നടത്തുന്ന ക്യാമ്പുകള്, ലൈക്ക് വെബിനാർ, ഓൺലൈൻ ആയാലും ശരി ഓഫ്ലൈൻ ആയാലും ശരി അത് അറ്റൻഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള ബുക്കുകൾ വാങ്ങിച്ച് വായിക്കുക. അതുപോലെ നമ്മുടെ കുട്ടികളെ അതിനെപ്പറ്റി ബോധമുള്ളവരാക്കി മാറ്റുക. സോഷ്യൽ മീഡിയയില് അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ കേൾക്കുക. അങ്ങനെ ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം കൊണ്ടുവരിക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. രണ്ടാമത് നമുക്ക്
ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയത്ത് അത് നമ്മളിൽ ഒതുക്കാതെ നമുക്ക് ഏറ്റവും നമ്മളെ കേൾക്കാൻ സഹാനുഭൂതിയോടുകൂടെ നമ്മളെ സഹായിക്കാൻ അനുകമ്പയോടെ നമ്മളെ കേട്ടിരിക്കാൻ നമുക്ക് ഉള്ള നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ കമ്മ്യൂണിറ്റിയോടോ അതിനെ പറ്റി സംസാരിക്കുക. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു മാനസിക വിദഗ്ധരുടെ സഹായം തേടുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് ദിനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിന് ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ആഡംബരം അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ്. അപ്പൊ ആ അവകാശം, നമ്മുടെ അവകാശം നമുക്ക് നേടിയെടുക്കണം. അതിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെപ്പറ്റി ബോധം ഉള്ളവരായിരിക്കണം. ആ ബോധം ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞു പോയ നാളുകളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പടുത്തുയർക്കാം, ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് നല്ലൊരു മാനസിക ആരോഗ്യം ത്തിൽ കൂടെ അത് നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ മാനസിക ആരോഗ്യ ദിനത്തിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നത്.